ഇപ്പോൾ ഒരു ചേച്ചി സാക്ഷ്യം പറഞ്ഞില്ലേ, അവരുടെ അനുജത്തിയുടെ മകൻ ബോൺമാരോ ചെയ്യുന്നതിനായിട്ട് ആശുപത്രിയിൽ നിന്ന് നിർദ്ദേശിച്ചു. അപ്പോൾ അനിയത്തി ചേച്ചിയെ വിളിച്ച് എന്നാ പറഞ്ഞത്, എന്നാ അസുഖമാണെന്നറിയത്തില്ല, വലിയ അസുഖമാണെന്ന് തോന്നണ, ബോൺമാരോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവരെന്നാ തിരിച്ച് പറയണത്, അവർ തിരിച്ച് അസ്നിഗ്ധയോട് പറയും, അങ്ങനെ വലിയൊരു രോഗം ഉണ്ടാകത്തില്ല, ഞാൻ കൃപാസനത്തിൽ പോയി സാക്ഷ്യം പറഞ്ഞുകൊള്ളാം, 2 ദിവസം കഴിഞ്ഞാണ് എനിക്ക് പോകാൻ പറ്റിയത്, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. ആ വർത്തമാനമൊക്കെ കേട്ടോ അവരുടെ, എന്താണ് ഉടമ്പടി തൈലം കൊണ്ട് വരുന്നുണ്ടെന്ന്. അവിടെ ചെന്നിട്ട് ഉടമ്പടി തൈലം വിശ്വാസപ്രമാണം ചൊല്ലി നെറ്റിയിൽ കുരിശ് വരക്കും. എന്താണ് കുരിശ് വരക്കണത്? ഉടമ്പടി പ്രഖ്യാപനത്തിൻ്റെ പ്രാർത്ഥനയാണ്, അനുഗ്രഹത്തിൻ്റെ പ്രാർത്ഥനയല്ല. നമ്മൾ ഉടമ്പടി ചെയ്യുമ്പോൾ എന്താണ് ചെയ്യണത്? സന്ധ്യയ്ക്ക് ഉടമ്പടി തൈലം മുക്കിയിട്ട് നെറ്റിക്ക് കുരിശ് വരക്കും. അത് നിങ്ങളിവിടെ വിളക്കിൽ, ഉടമ്പടി വിളക്കിൻ്റെ സമയത്ത് ഉടമ്പടി പ്രഖ്യാപിച്ചില്ലേ, അതിൻ്റെ അനുസ്മരണയാണത്. ഉടമ്പടി പ്രഖ്യാപിക്കുകയാണ്. കാര്യം ഞാനും എൻ്റെ ദൈവവും തമ്മിൽ ഉടമ്പടിയിൽ ഇരിക്കുകയാണ്, അത് ഞാൻ റീകളക്ട് ചെയ്യും, അത് ഞാൻ അനുസ്മരിക്കും. ഉടമ്പടിക്ക് ചെയ്യാവുന്ന കാര്യം എന്താണ്? ഉടമ്പടി അനുസ്മരിക്കുക. ആദ്യകാലം മുതൽ ദൈവം നൽകിയ നിർദ്ദേശങ്ങളൊന്നാണ് ഉടമ്പടി അനുസ്മരിക്കുക. ഉടമ്പടി അനുസ്മരിക്കുന്നത് എങ്ങനെയാണ്? ഉടമ്പടി പ്രഖ്യാപനത്തിലൂടെയാണ്. പ്രഖ്യാപിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? പ്രഖ്യാപിക്കുമ്പോഴാണ് നമ്മൾക്ക്, പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് അനുഗ്രഹമാണ്. നമ്മൾ വ്യക്തമായിട്ട് നമുക്കൊന്നറിയണം. പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾക്ക് എന്താ ലഭിക്കുന്നത്? അനുഗ്രഹം. പ്രഖ്യാപിക്കുമ്പോൾ നമുക്ക് എന്താ ലഭിക്കുന്നത്? അവകാശം. വ്യത്യാസമുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് എന്താ ലഭിക്കുന്നത്? അനുഗ്രഹം. അനുഗ്രഹം ലഭിച്ചാലുള്ള കുഴപ്പം എന്താണെന്ന് അറിയാമോ? അനുഗ്രഹത്തിൻ്റെ മേൽ നമുക്ക് ക്ലെയിം ഇല്ല. അനുഗ്രഹത്തിൻ്റെ മേൽ വ്യക്തിക്ക് ക്ലെയിം, അവകാശവാദം ഇല്ല. അതാണ് വ്യത്യാസം. കാര്യം അത് നമ്മുടെ ക്ലെയിം അനുസരിച്ചല്ല അനുഗ്രഹം നൽകപ്പെടുന്നത്. നമ്മുടെ അവകാശം അനുസരിച്ചല്ല അനുഗ്രഹങ്ങൾ നൽകപ്പെടുന്നത്. എന്താ കാര്യം? അത് ദുഷ്ടനെയും കിട്ടും, ശിഷ്ടനെയും കിട്ടും. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, അത് നിരീശ്വരവാദിക്കും കിട്ടും, ഈശ്വരവിശ്വാസിക്കും കിട്ടും. അതിനകത്ത് ക്ലെയിം ഇല്ല, ആർക്കും കിട്ടണതാ അനുഗ്രഹം. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഞാൻ ദുഷ്ടൻ്റെ മേലും മഴ പെയ്യിക്കും, ശിഷ്ടൻ്റെ മേലും മഴ പെയ്യിക്കും. നീതിമാന്മാരുടെയും നീതിരഹിതരുടെയും മേൽ ഞാൻ അനുഗ്രഹത്തിൻ്റെ വെയിൽ ഉദിപ്പിക്കും, സൂര്യനെ ഉദിപ്പിക്കും. അനുഗ്രഹത്തിന് ശിഷ്ടനായാലും കുഴപ്പമില്ല, ദുഷ്ടനാണെങ്കിൽ. അതാണ് മത്തായിയുടെ സുവിശേഷം 5:45. അനുഗ്രഹത്തിന് നമ്മുടെ യോഗ്യത അനുസരിച്ചല്ല അനുഗ്രഹം കിട്ടണത്. ദൈവം നമ്മൾ സൃഷ്ടിച്ചത് കൊണ്ട് ആ സൃഷ്ടപരമായ ജനിതകമായ അവകാശം പോലെയാണ് നമുക്ക് അനുഗ്രഹം ലഭിക്കുന്നത്. പക്ഷേ നമ്മൾക്കുള്ള പ്രശ്നം, അനുഗ്രഹത്തിന് ഗ്യാരണ്ടി ഇല്ല, അതെപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെടാം. പക്ഷേ ഉടമ്പടിയിലൂടെ നമുക്ക് ലഭിക്കണത് എന്താ? ഗ്യാരണ്ടി ഉണ്ട്. എന്താ കാര്യം? അത് അവകാശമാണ്, ഇല്ലേ? എബ്രഹാത്തിന് ദൈവം ഉടമ്പടി ചെയ്തപ്പോൾ എന്താ ലഭിച്ചത്? അവകാശമാണ് ലഭിച്ചത്. അവകാശം ആർക്ക് കൊടുക്കുന്നതാണ്? സ്വന്തപ്പെട്ടവർക്ക് കൊടുക്കുന്നതാണ്. അതാണ് വ്യത്യാസം വരണത്. അതുകൊണ്ട് എപ്പോഴും ദൈവത്തോട് മോശസ് പറയും, അങ്ങയുടെ ഉടമ്പടി അനുസ്മരിക്കണമേ എന്ന് പറയുന്നതിന് പകരം മോശസ് പ്രാർത്ഥിക്കുമ്പോൾ ക്ലെയിം പറയും. എന്താണ്? അങ്ങയുടെ സ്വന്തം ജനമാണെന്ന് ഓർക്കണമേ. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ അർത്ഥം എന്താണ്? പുറപ്പാടിൻ്റെ പുസ്തകം 13:13, ഈ ജനം അങ്ങയുടെ സ്വന്തം ജനമാണെന്ന് ഓർക്കണമേ. എന്താ കാര്യം? ഉടമ്പടിയിലൂടെയാണ് നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തം ജനമാകണത്. സ്വന്തം ജനത്തിനാണ് അവകാശമുണ്ടാകണത്. അടിച്ചു കിടത്താണ്. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവനെ വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. സ്തുതിയുടെ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ യേശുവേ യേശുവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിച്ചേ, ഏറ്റു പ്രാർത്ഥിച്ചേ. കർത്താവായ ദൈവമേ, പുറപ്പാട് 33:13 ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ ജനം അങ്ങയുടെ സ്വന്തം ജനമാണെന്ന് അനുസ്മരിക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഈ സ്വന്തം ജനമായി കഴിഞ്ഞാൽ വാഗ്ദാനങ്ങൾ വ്യത്യാസമുണ്ടാവും. എന്താണ്? സ്വന്തം ജനമായത് കൊണ്ടാണ് ദൈവം പറയണത്, ഞാൻ തന്നെ നിങ്ങളുടെ കൂടെ വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തുതിയുടെ ഹല്ലേലൂയ. ശക്തിയോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പുറപ്പാട് 33:14 കർത്താവ് പറഞ്ഞു, പറഞ്ഞേ, ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. ഇപ്പോൾ ഉടമ്പടി വഴി എന്നാ സംഭവിക്കണത്? നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തമാണ്. അതെപ്പോഴും പൗലോസ് ശ്ലീഹായും പറയും, യേശുക്രിസ്തുവിൻ്റെ സ്വന്തം. യേശുക്രിസ്തുവിൻ്റെ സ്വന്തമായി മാറുന്നത് എങ്ങനെയാണ്? വിശുദ്ധ രക്തത്താൽ അവൻ നമ്മളെ വീണ്ടെടുത്ത് കഴിയുമ്പോൾ, അവൻ്റെ വിശുദ്ധ രക്തത്താൽ എനിക്ക് പകരക്കാരനായി അവൻ മരിച്ചപ്പോൾ അവൻ എനിക്ക് വില കൊടുത്തവനാണ്, അവൻ എന്നെ വിലക്ക് വാങ്ങിയവനാണ് നിത്യതയ്ക്ക് വേണ്ടി. അപ്പോഴും നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തം ജനം. അതാണ് റോമ 1:6. യേശുക്രിസ്തുവിൻ്റെ സ്വന്തവും സ്വന്തമാകാൻ വിളിക്കപ്പെട്ടവരും. കൈ അടിച്ച് കർത്താവിനെ സ്തുതിക്കുക. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. ഒരുമിച്ച് പാടുക. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥന്. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥന്. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. കൃപാസന മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ജോസഫ്. ഞാൻ വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ മാടക്കത്ര ഇടവകയിൽ നിന്നാണ്. ഞാനിവിടെ ഉടമ്പടി എടുക്കാനായിട്ടുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായ സാമ്പത്തിക പ്രതിസന്ധികളാണ്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ നിയോഗത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നത്, ഒന്ന് എൻ്റെ ജോലിയിൽ എനിക്ക് പ്രൊമോഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്, കൂടിയ സാലറിയോട് കൂടി പ്രൊമോഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ 18 വർഷമായി ഞാൻ ജോലി ചെയ്യുന്നു. 10 വർഷമായിട്ട് എനിക്ക് പ്രൊമോഷൻ കിട്ടിയിട്ടില്ല. അപ്പോൾ എല്ലാ 2 വർഷം കൂടുമ്പോഴും ഇൻ്റർവ്യൂ നടക്കാറുണ്ട്. അങ്ങനെ 4 ഇൻ്റർവ്യൂവിലും പോയി. പക്ഷേ നമുക്ക് എല്ലാവരും പറയും പാസ്സാവും, പക്ഷേ അത് നമുക്ക് പാസ്സായില്ല. അപ്പോൾ അതിനുശേഷം ഇവിടെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം കമ്പനി തന്നെ ചെറിയൊരു മാറ്റം വരുത്തി. ഇത്രയും വർഷം കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് ഒരുമിച്ച് ഓൾ പ്രൊമോഷൻ കൊടുത്തു. അതിൻ്റെ ഒന്നാമത്തെ സാക്ഷ്യമാണ്. മാതാവിനോട് ഞാൻ നന്ദി പറയുന്നു. രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീടിൻ്റെ ലോണിൻ്റെ ബാധ്യതയായിരുന്നു. 15 ലക്ഷം ഞങ്ങൾ ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു 2016 കാലഘട്ടത്തിൽ. ആ സമയത്ത് കൊറോണ വന്നു. പിന്നെ ലോൺ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അടയ്ക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ 15 ലക്ഷം ലോൺ എടുത്തിട്ടുണ്ടായിരുന്നത് ടോട്ടൽ 24 ലക്ഷം രൂപയായി. അപ്പോൾ ഞാൻ എങ്ങനെ അടച്ചാലും എനിക്ക് ആ 24 ലക്ഷം തീർക്കാൻ പറ്റില്ല.
അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യം ഇവിടെ ഉടമ്പടി പുതുക്കാനായിട്ട് വന്നു പുതുക്കി കഴിഞ്ഞു. ഞങ്ങൾ ബാങ്കിൽ പോയി സംസാരിച്ചു. അപ്പോൾ ബാങ്കിൽ മാനേജർ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ വീടിൻ്റെ ജപ്തി നടപടികൾ മാത്രമാണ് പെൻഡിങ് ഉള്ളത്, നിങ്ങളുടെ കൂടെയുള്ള എല്ലാവരുടെയും ജപ്തി നടപടികൾ നടന്നു. അപ്പോൾ ഞങ്ങൾ ഭയങ്കര അതിശയായി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോൺ അടയ്ക്കാൻ ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല, പിന്നെ അതുപോലെ തന്നെ മാതാവിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ടാണ് അത് നീട്ടി കിട്ടിയത്. അപ്പോൾ ഞാനിവിടെ വന്ന അച്ഛൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, അച്ഛൻ എനിക്കിങ്ങനെ സാക്ഷ്യം പറയണം, അതായത് ലോണ് ജപ്തി നടപടിയിൽ നീട്ടി കിട്ടിയെന്ന് പറഞ്ഞ് സാക്ഷ്യം പറയണം എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, അതിപ്പോൾ പറയണ്ട, നിങ്ങളുടെ ലോണെല്ലാം അടച്ച് വീട്ടിൽ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആധാരം കയ്യിൽ കിട്ടുമ്പോൾ മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അതെനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. എന്നാൽ 24 ലക്ഷം രൂപ അടച്ചാൽ മാത്രമാണ് ആധാരം കയ്യിൽ കിട്ടുള്ളൂ. അതിപ്പോൾ ഞാൻ എത്ര വർഷം വർക്ക് ചെയ്താലും ഈ 24 ലക്ഷം രൂപ അടയ്ക്കാൻ സാധിക്കില്ല. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലിശയും കൂടി കൂട്ടുപലിശയായിട്ട് നല്ലൊരു എമൗണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എത്ര അടച്ചാലും അതിൽ പലിശയ്ക്കേ പോവുള്ളൂ. അങ്ങനെ ഇരിക്കെ ഞാൻ മൂന്നാമത്തെ ഉടമ്പടി പുതുക്കാനായിട്ട് ഞാൻ വന്നു. ലാസ്റ്റ് മന്ത് വന്നപ്പോൾ എനിക്ക് ജോസഫ് അച്ഛനെ കാണാനായിട്ട് പറ്റി. അപ്പോൾ ജോസഫ് അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. എനിക്ക് വെഞ്ചരിച്ച കാശ് രൂപം തന്നു. അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് വീടിൻ്റെ അവിടെ കുഴിച്ചിടുക, എന്നിട്ട് ഉപ്പ് വിതറി വിശ്വാസ പ്രമാണം ചെല്ലുക. വേറെ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ ബാക്കിയുള്ളവരോടൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട്, അവർക്കൊരു അടയാളങ്ങൾ കൊടുക്കുന്നുണ്ട്. എൻ്റെ അടുത്തൊന്നും പറഞ്ഞില്ല, ഇത് മാത്രമേ പറഞ്ഞുള്ളൂ. അങ്ങനെ ഞാൻ വീട്ടിൽ പോയി, ഞാൻ അമ്മയും കൂടിയിട്ട് ഇത് ചെയ്തു. അവിടുന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു വ്യക്തി സാമ്പത്തികമായി സഹായിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞ എൻ്റെ അടുത്ത് ബാങ്കിൽ പോയി സെറ്റിൽമെൻറ്റ് സംസാരിക്കാൻ പറഞ്ഞു. അപ്പോൾ 24 ലക്ഷം ഉള്ളടത്ത് ബാങ്കുകാർ എനിക്കത് 20,89,000 രൂപ, അതായത് റൗണ്ട് ഓഫ് ചെയ്യുകയാണെങ്കിൽ 21 ലക്ഷം രൂപ പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ തീരും, ആധാരം കയ്യിൽ കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും എൻ്റെ അമ്മയും അപ്പനും കൂടി ബാങ്കിൽ പോയി. അപ്പോൾ ബാങ്കിൽ പോകുന്ന സമയത്ത് അമ്മയുടെ ബാഗിൽ വിശുദ്ധ തൈലവും അതുപോലെ തന്നെ ഉപ്പുണ്ട്. അപ്പോൾ ബാങ്ക് മാനേജറുടെ ടേബിളിൻ്റെ അവിടെ അമ്മ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു, മാക്സിമം ഞങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടാനായിട്ട്. അങ്ങനെ ഞങ്ങൾക്ക് മാക്സിമം ഡിസ്കൗണ്ട് കഴിച്ച് 20,89,000 സെറ്റിലായി. ഈ പറഞ്ഞ വ്യക്തിയോട് ഞാൻ പോയി പറഞ്ഞു, ഇങ്ങനെ 21 ലക്ഷം. 1 മണിക്കൂർ എൻ്റെ കഥകളെല്ലാം കേട്ടു. അപ്പോൾ എനിക്ക് ബാങ്കിൽ മാത്രം ഇത്ര എമൗണ്ട് ഉണ്ട്, ഇത് കൂടാണ്ട് എനിക്ക് 10-15 ലക്ഷം രൂപ വേറെ എനിക്ക് ബാധ്യതയുണ്ട്. അപ്പോൾ ഈ വ്യക്തിൻ്റെ അടുത്ത് പറഞ്ഞു, ജോസഫിൻ്റെ 21 ലക്ഷം രൂപ ഞങ്ങൾ സെറ്റിൽമെൻറ്റ് ചെയ്യാം. പിന്നെ അതേമാതിരി എനിക്ക് കുറച്ച് കുറികളുണ്ട്, വിളിക്കാത്ത കുറികളുണ്ട്. അപ്പോൾ ആ കുറികളെല്ലാം വിളിച്ചിട്ട് ഈ ആധാരം അവിടെ വെച്ചിട്ട് നിൻ്റെ ബാധ്യത എല്ലാം തീർക്കുക, നീ സമാധാനമായിട്ട് ഇരിക്കുക, നന്നായിട്ട് വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞു. എനിക്കിത് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റിയില്ല. ഉടനെ തന്നെ ഞാൻ അമ്മച്ചോട് അപ്പനോടും വിളിച്ച് പറഞ്ഞു, ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ട് ഭയങ്കര ഒരു അത്ഭുതം നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓൾറെഡി പണ്ട് അച്ഛൻ പറഞ്ഞ കാര്യം എനിക്ക് ഓർമ്മ വന്നു. അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജോസഫ് നിൻ്റെ ആധാരം നീ എടുത്തിട്ട് ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്ന്. അതെനിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റിയില്ല. രണ്ടാമത്തെ ഉടമ്പടി പുതുക്കി മൂന്നാമതാകുമ്പോഴേക്കും 3 മാസത്തിനുള്ളിൽ, കഴിഞ്ഞ വർഷം മാർച്ച് 25-ാം തീയതി 2024 ഉടമ്പടി എടുത്ത വ്യക്തിയാണ് ഞാൻ. കറക്റ്റ് ഇന്നേക്ക് 1 വർഷം 22-ാം തീയതി മാർച്ചിൽ ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് എൻ്റെ 2 കാര്യങ്ങൾ നടന്നു. അമ്മമാതാവിന് ഞാൻ നന്ദി പറയുന്നു. നമ്മൾ വീട്ടിൽ അച്ഛൻ പറഞ്ഞ പ്രകാരം നമ്മൾ അത് കുഴിച്ചിട്ടിട്ടാണ് ഉപ്പ് വിതറി നമ്മൾ വിശ്വാസ പ്രമാണം ചെല്ലിയതിന് ശേഷമാണ് നമ്മൾ പിന്നെ ഈ വ്യക്തിനെ കാണാനായിട്ട് പോയത്. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് മദ്യപിക്കുന്നൊരു വ്യക്തിയായിരുന്നു. മദ്യപാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും അപ്പനും ഒരു ഫ്രണ്ട്സിനെ പോലെയാണ്, ഞങ്ങൾ ഇങ്ങനെ കഴിക്കും. അപ്പം അമ്മ അന്നും പറയായിരുന്നു, അമ്മ ഇങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ബാങ്കുകാർ വീട് കൊണ്ടുപോകും. അപ്പം നമ്മൾ അമ്മോട് പറയും, അതൊക്കെ ശരിയാവും, അമ്മയ്ക്ക് എപ്പോഴും തന്നെ പറയാനുള്ളൂ എന്നൊക്കെ പറയും. പക്ഷേ ആ അമ്മയാണ് എനിക്ക് കൃപാസന മാതാവിനെ കാണിച്ചു തന്നതും. ഇങ്ങനെ കൃപാസന മാതാവ് ഉണ്ടെന്നുള്ളത് എനിക്കറിയായിരുന്നു. പക്ഷേ എല്ലാവരും പറയണോളം നമ്മൾ കുറേ ട്രോളുകളും ഇത് കണ്ട കാരണം നമുക്ക് അത്ര വിശ്വാസം ഉണ്ടായിരുന്നില്ല. നമ്മൾ കുറേ ധ്യാനങ്ങൾക്കൊക്കെ പോകുന്നുണ്ടായിരുന്നു. തൃശ്ശൂർ ജില്ലയിലെ ധ്യാന കേന്ദ്രത്തിനൊന്നും ഒരു ഇതില്ല, എല്ലായിടത്തും ധ്യാന കേന്ദ്രം ഉണ്ട്. അപ്പോൾ നമ്മൾ പോവും, ആ 1-2 ദിവസം നമ്മൾ ആ വിശുദ്ധ പാതയിൽ പോവും, പിന്നെയും പഴയ പോലെ തന്നെയായിരിക്കും. പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഇപ്പോൾ എൻ്റെ 3ാമത്തെ ഉടമ്പടി പുതുക്കി, ഇനിയിപ്പോൾ അടുത്തത് 4ാമത്തേണ് പുതുക്കാൻ വരുന്നത്. അപ്പോൾ ഉടമ്പടിയിലായിരിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം മദ്യപിക്കുന്ന വ്യക്തിയായിരുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം മദ്യപാനം പൂർണ്ണമായിട്ട് ഞാൻ നിർത്തി. പിന്നെ അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ചൊവ്വാഴ്ച ദിവസത്തെ ധ്യാനങ്ങൾ അതെല്ലാം ഷെയർ ചെയ്യും. പിന്നെ അനുദിന അനുഗ്രഹ പ്രാർത്ഥനകൾ ഷെയർ ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഇവിടുന്ന് കൊണ്ടുവരുന്ന പത്രങ്ങളെല്ലാം എൻ്റെ ഫ്രണ്ട്സിനെല്ലാം ഞാൻ കൊടുക്കും. അപ്പോൾ അതിലിപ്പോൾ 2 പേര് ഇവിടെ ഫാമിലിയോട് കൂടി വന്നിട്ട് ഉടമ്പടി എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ രോഗികളായിട്ട് അപകടമൊക്കെ നടന്ന് ബെഡ് റെസ്റ്റൊക്കെ ചെയ്യുന്ന ആൾക്കാർ, ഒന്നും ചെയ്യാൻ പറ്റാണ്ട് ജീവിതം മുന്നോട്ട് പോകാൻ പറ്റാതിരിക്കുന്ന ആൾക്കാർ, അപ്പോൾ അവരെയൊക്കെ സഹായിക്കും. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ സഹായിക്കും. പിന്നെ അമ്മ പേപ്പർ കട്ടിങ്ങൊക്കെ ഇട്ടിട്ട് അതിലൊക്കെ ജെന്യൂനായിരിക്കും വാർത്തകളെല്ലാം. അപ്പോൾ അത് പ്രകാരം എന്നോട് പൈസ അയച്ചു കൊടുക്കാൻ പറയും. ആ പൈസയൊക്കെ ഞാൻ അയച്ചു കൊടുക്കും.
അങ്ങനെ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നത്. പിന്നെ നേർച്ച വസ്തുക്കളായിട്ടുള്ള തൈലം, അതുപോലെ തന്നെ തേന്, ഉപ്പ്, അത് നിരന്തരം എൻ്റെ കയ്യിലുണ്ടായിരിക്കും, എൻ്റെ ബാഗിലുണ്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ അത് പറ്റി കൊടുക്കുന്നത്. ഇതെൻ്റെ മൂത്ത മകളാണ്. പിന്നെ 2 കുട്ടികൾ വേറെ ഉണ്ട്. 8 വർഷത്തിന് ശേഷമാണ് എനിക്ക് 2 ആൺകുട്ടികൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അവരിപ്പോൾ വീട്ടിലാണ്. ഇതാണ് എനിക്ക് ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് എൻ്റെ കുടുംബത്തിന് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളും നന്മകളും. ആത്മീയമായിട്ട് സാധാരണ എല്ലാവരെ പോലെ തന്നെ ഞായറാഴ്ചകളിലൊന്നും തീരെ പോകാറില്ല, പള്ളികളിലൊന്നും. പിന്നെ കുമ്പസാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷത്തിൽ എപ്പോഴെങ്കിലും കുമ്പസാരിച്ചാലായി, അങ്ങനെയായിരുന്നു. പിന്നെ ഉടമ്പടി എടുത്തതിന് ശേഷം, ഉടമ്പടി എടുക്കുമ്പോൾ എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മോനെ നിനക്ക് ഇത് കൊണ്ടു നടക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ അന്നൊരു ചലഞ്ച് പോലെയായിരുന്നു. ഫസ്റ്റ് ഞങ്ങൾ ഫെബ്രുവരി വന്ന സമയത്ത് ഞങ്ങൾക്ക് ഉടമ്പടി എടുക്കാൻ പറ്റിയില്ല. പിന്നെയാണ് മാർച്ചിൽ വന്നിട്ട് എടുത്തത്. അപ്പോൾ ഫെബ്രുവരിയിൽ വന്നപ്പോൾ തന്നെ പ്രാർത്ഥന ബുക്കും കാര്യങ്ങളൊക്കെ നോക്കി അത് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മളെല്ലാ ഞായറാഴ്ചകളും മുടങ്ങാണ്ട് കുർബാനയ്ക്ക് പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുമ്പസാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഴ്ചകളിലല്ല, മാസങ്ങളിൽ കുമ്പസാരിക്കുന്നുണ്ട്. അപ്പം എൻ്റെ കുടുംബത്തിനും ദേവിമാതാവും തിരുക്കുമാരനും തന്ന അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു. ലൂക്ക 18:27 മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് സെറീന, തൃശ്ശൂർ കാടുകുറ്റി ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഈ പരിശുദ്ധ അൾത്താരയിൽ, അത്ഭുത അൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയാൻ ലഭിച്ച അനുഗ്രഹങ്ങളെ ഓർത്ത് പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും ഞാൻ നന്ദി പറയുന്നു. 2017 ഞങ്ങൾ ഗൾഫിലായിരുന്നു, മക്കളും ഭർത്താവും ഒത്ത് ഗൾഫിലായിരുന്നു. 2017 ഞങ്ങൾ നാട്ടിലെത്തി. വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്നാണ് നാട്ടിലെത്തിയത്. ഭർത്താവ് വിദേശത്ത് തന്നെ നിന്നു. ഞങ്ങൾ കുട്ടികളെയും കൊണ്ട് ഇങ്ങോട്ടേക്ക് പോന്നു. ഇവിടെ വന്ന് ഒരു പ്രൈവറ്റ് സ്കൂളിൽ എനിക്ക് ജോലി ലഭിച്ചു. പക്ഷേ ഇനി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ സ്ഥിരമായൊരു വരുമാനം ആവശ്യമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ PSC പഠനത്തിലേക്ക് വേണ്ടി തിരിഞ്ഞു. അന്ന് എനിക്ക് 33 വയസ്സായിരുന്നു. ജനറൽ കാറ്റഗറി ആയിരുന്നതുകൊണ്ട് തന്നെ 36 വയസ്സ് വരെ മാത്രമേ എനിക്ക് പരീക്ഷ എഴുതാൻ സാധിക്കുമായിരുന്നുള്ളൂ. ജോലിയൊക്കെ പിന്നീട് വേണ്ടാന്ന് വെച്ച് മുഴുവൻ സമയം PSC പഠനത്തിന് ഇറങ്ങിയപ്പോൾ ഒരുപാട് പേര് കളിയാക്കിയിരുന്നു. പക്ഷേ ഇവിടെ എനിക്ക് തന്നെ വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. പരീക്ഷയ്ക്ക് മുമ്പ് ഞാൻ ഇവിടെ വന്ന് 2019 ആദ്യമായി ഉടമ്പടി എടുത്ത് മാതാവിൻ്റെ മാധ്യസ്ഥമൊക്കെ അപേക്ഷിച്ചിട്ടാണ് ആദ്യത്തെ എൻ്റെ PSC പരീക്ഷ എഴുതുന്നത്. ആദ്യത്തെ പരീക്ഷയിൽ തന്നെ മെയിൻ ലിസ്റ്റിൽ ഇടം നേടിയെങ്കിലും ജനറൽ കാറ്റഗറി ആയതുകൊണ്ട് ജോലി ലഭിക്കുമോ എന്നുള്ളൊരു ഭയം ഉണ്ടായിരുന്നു. വീണ്ടും എൻ്റെ പഠനം ആരംഭിച്ചു. അതൊരു കൊറോണ കാലമായിരുന്നു. ആ സമയത്ത് PSC ആദ്യമായിട്ട് പ്രിലിംസ് പരീക്ഷകൾ തുടങ്ങിയ കാലഘട്ടമായിരുന്നു. അതിൽ ആദ്യത്തെ പ്രിലിംസ് കുറച്ച് കടുപ്പമേറിയതായിരുന്നു. ആ പ്രിലിംസ് തന്നെ ഞാൻ എഴുതുകയും ഒരുപാട് പരീക്ഷകൾ എഴുതാനുള്ള മെയിൻ എക്സാമിന് ഒരുപാട് പരീക്ഷകൾ എഴുതാനായിട്ട് ഞാൻ എലിജിബിൾ ആവുകയും ചെയ്തു. അങ്ങനെ സെപ്റ്റംബറിലാണ് എല്ലാ പരീക്ഷകൾ എലിജിബിളായി എന്നുള്ള റിസൾട്ടുകളൊക്കെ വന്നത്. നവംബർ മാസം മെയിൻ എക്സാമുകൾ തുടങ്ങാനിരിക്കെ സെപ്റ്റംബറിൽ വിദേശത്ത് വെച്ച് എൻ്റെ ഭർത്താവിന് സ്ട്രോക്ക് ഉണ്ടാവുകയും അദ്ദേഹം ലെഫ്റ്റ് സൈഡ് കംപ്ലീറ്റ് ആയിട്ട് പാരലൈസ്ഡ് ആവുകയും ചെയ്തു. വല്ലാത്തൊരു പ്രതിസന്ധിയിലായിരുന്നു. ഞാൻ ആ സമയത്ത് ഗൾഫിലേക്ക് തിരിച്ചുപോയി. അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് സാമ്പത്തിക ബാധ്യതകളുണ്ടായിരുന്നു. ആ സാമ്പത്തിക ബാധ്യതകളിൽ നിന്നൊക്കെ അദ്ദേഹത്തെ ചികിത്സിക്കുകയും വേണം. സാമ്പത്തിക ബാധ്യതകൾ തീർക്കാതെ നാട്ടിലേക്ക് വരാൻ പറ്റുകയില്ലായിരുന്നു. ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ മാതാവിൻ്റെ കാശുരൂപമൊക്കെ കൊണ്ടുപോവാണ് പോയിരുന്നത്. അവിടെ ചെന്നു ഞാൻ പ്രാർത്ഥനയും യൂട്യൂബിലൊക്കെയുള്ള ധ്യാനങ്ങളൊക്കെ കൂടി ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ആദ്യം എനിക്ക് വാതിലുകൾ തുറന്നൊന്നും കിട്ടിയിരുന്നില്ല. ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ ഞാൻ പ്രാർത്ഥിച്ച് ഓരോ പ്രശ്നങ്ങളിൽ നിന്നും അദ്ദേഹത്തെ രക്ഷിച്ച് 2 മാസം കഴിഞ്ഞ് അദ്ദേഹത്തെ ഞാൻ നാട്ടിലേക്ക്, എനിക്ക് കിടന്ന കിടപ്പിലായ അദ്ദേഹത്തെ വീൽ ചെയറിലെങ്കിലും കൊണ്ടുവരാനായിട്ട് സാധിച്ചു. അതിനുശേഷം ഞാൻ നാട്ടിലെത്തുമ്പോൾ പക്ഷേ എൻ്റെ പരീക്ഷകൾ ഇവിടെ കാത്തിരിക്കുകയാണ്. ഈ 2 മാസം ബുക്ക് പോലും തുറന്നു നോക്കാൻ എനിക്ക് സാധിച്ചിരുന്നില്ല. ഒരുപാട് വിഷമം തോന്നിയൊരു സമയമായിരുന്നു. എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ വരെ പറഞ്ഞു, ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ട് എന്തുകൊണ്ടാണ് ദൈവം നിന്നോട് ഇങ്ങനെ ചെയ്തതെന്ന്. പക്ഷെ ഞാൻ എൻ്റെ വിശ്വാസത്തെ ഒരു വിധത്തിലും വിട്ട് കൊടുത്തിരുന്നില്ല. എൻ്റെ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട്, പ്രാർത്ഥനയിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ തിരിച്ചു വന്നു. ആദ്യമായിട്ട് നാട്ടിൽ വന്ന പിറ്റേ ദിവസം തന്നെ എനിക്ക് എക്സാം ഉണ്ടായിരുന്നു. ആ എക്സാം എഴുതിയപ്പോൾ എനിക്ക് ഒന്നും ഓർമ്മയില്ല. കരഞ്ഞ് കുതിർന്ന് ഞാൻ അവിടെ ഇരിക്കുക ചെയ്തത്. കരഞ്ഞെൻ്റെ പേപ്പർ വരെ നനഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നും എഴുതാൻ പറ്റാതെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. പിന്നീട് വീട്ടിൽ വന്നിട്ട് ഒരുപാട് പ്രാർത്ഥിച്ചു.
അതിന് ശേഷമുള്ള എക്സാമുകളിലൊക്കെ ഞാൻ നന്നായിട്ട് പഠിച്ചു. പഠിക്കുക എന്ന് പറഞ്ഞാൽ പകലൊന്നും പഠിക്കാൻ പറ്റുമായിരുന്നില്ല. അദ്ദേഹത്തെ ഫിസിയോതെറാപ്പിക്ക് കൊണ്ടുപോകണം, ഒരുപാട് പേര് കാണാൻ വരും. രാത്രിയാണ് എനിക്ക് ആകെ കൂടി പഠിക്കാൻ സാധിച്ചിരുന്നത്. കഷ്ടിച്ച ഒരു മാസമാണ് എൻ്റെ പരീക്ഷകൾക്കുണ്ടായിരുന്നുള്ളൂ. ആ ഒരു മാസം രാത്രി 2 മണിക്കൂർ മാത്രം ഉറങ്ങി ഞാൻ മാതാവിനോടൊപ്പം പഠിച്ചു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. മാതാവ് എന്നെ പഠിപ്പിച്ചു. കാരണം എനിക്ക് 6 മണിക്കൂറെങ്കിലും ഒരു ദിവസം ഉറങ്ങിയില്ലെങ്കിൽ പിറ്റേ ദിവസം തലകറക്കും ഛർദിയും വരുന്ന ആളാണ്. പക്ഷേ 1 മാസത്തോളം എനിക്ക് പഠിക്കാനുള്ള എല്ലാതും മാതാവ് എൻ്റെ കൂടെ ഇരുന്ന് എന്നെ പഠിപ്പിച്ചു എന്ന് തന്നെ ആണ് ഞാൻ വിശ്വസിക്കുന്നത്. 2021 ഡിസംബർ 31 എഴുതിയ പരീക്ഷയിൽ അതിൻ്റെ റിസൾട്ട് പിന്നെ 1 കൊല്ലം കഴിഞ്ഞിട്ടാണ് വരുന്നത്. 11ാം റാങ്കോട് കൂടിയിട്ട് മാതാവ് എന്നെ അനുഗ്രഹിച്ചു. 2023 ഏപ്രിൽ 4-ാം തീയതി ഞാൻ ജോലിയിൽ പ്രവേശിച്ചു, ഗവൺമെൻറ് ജോലിയിൽ പ്രവേശിച്ചു. പല പ്രാവശ്യം സാക്ഷ്യം പറയാനായിട്ട് ഞാനിവിടെ വന്നെങ്കിലും എനിക്കതിന് സാധിച്ചിരുന്നില്ല. ഉടമ്പടി പുതുക്കണമായിരുന്നു, ഉടമ്പടി പുതുക്കും, പക്ഷെ എനിക്ക് എന്തുകൊണ്ടോ സാധിച്ചിരുന്നില്ല. ഇപ്പം അങ്ങനെ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ എനിക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ പ്രശ്നങ്ങളും എനിക്ക് ഭയങ്കര എങ്ങനെ അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരാം എന്നുള്ളതൊരു വലിയ വെല്ലുവിളിയായിരുന്നു. അദ്ദേഹത്തിനും ഇപ്പോൾ സ്വയം നടക്കാനുള്ളൊരു ശക്തി കിട്ടി. 2023 ഞാൻ ജോലിക്ക് കയറിയ അതേ സമയത്ത് തന്നെ അഡ്വൈസ് കിട്ടിയപ്പോൾ തന്നെ അദ്ദേഹം നടന്നാണ് ഇവിടേക്ക് കയറി വന്നത്. പക്ഷെ അന്ന് അദ്ദേഹത്തിനോടൊപ്പം ഇവിടെ സാക്ഷ്യം പറയാൻ എനിക്ക് സാധിച്ചില്ല. ഞങ്ങളുടെ കുടുംബത്തിന് നൽകിയ ഈ അനുഗ്രഹത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഇപ്പോൾ ഞാനിവിടെ നിന്ന് പേപ്പറുകളൊക്കെ കൃപാസനം പത്രം വാങ്ങിക്കൊണ്ട് പോകുമ്പോൾ അദ്ദേഹമാണ് ഞാൻ തന്നെ കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് എല്ലായിടത്തും കൊണ്ടുപോയി കൊടുക്കാറ്. ഈ പരീക്ഷ കഴിഞ്ഞിട്ടാണ് ഞാൻ ഹാൾ ടിക്കറ്റുമായിട്ട് ഇവിടെ അച്ഛനെ കാണാൻ വരുന്നത്. ഞാനിവിടെ എത്തുമ്പോൾ തന്നെ ഉച്ചയ്ക്ക് 12 മണി 1 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്യൂവിൽ ഏറ്റവും അവസാനമായിരുന്നു ഞാൻ. അപ്പോൾ എനിക്ക് അച്ഛനെ കാണാൻ പറ്റില്ല എന്ന് എനിക്ക് തന്നെ ഉറപ്പായിരുന്നു. ആ സമയത്താണ് അച്ഛൻ ഇവിടെ വിളിച്ചു പറയുന്നത് എക്സാമിൻ്റെ ഹാൾ ടിക്കറ്റ് ഉള്ളവരെ ആദ്യം കയറ്റി വിടാനായിട്ട്. അങ്ങനെ ഞാൻ എക്സാമിൻ്റെ ഹാൾ ടിക്കറ്റുമായിട്ട് അച്ഛൻ്റെ അടുത്തേക്ക് വന്നു. ആദ്യം തന്നെ എനിക്ക് കാണാൻ പറ്റി. അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, സാക്ഷ്യം പറയില്ലേ ജോലി കിട്ടി കഴിഞ്ഞാൽ? ഞാൻ പറയുമെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ അതെനിക്കൊരു വലിയ അനുഗ്രഹമായിട്ട് കാണുന്നു. പിന്നെ ഞങ്ങൾ ഒരുപാട് പേരോട് ക്ഷമിക്കാനൊക്കെ പറ്റി. ഉടമ്പടിയിലായിരിക്കുമ്പോൾ തന്നെ ഒരിക്കലും ക്ഷമിക്കാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്നവരോടൊക്കെ ഒത്തിരി ക്ഷമിക്കാൻ പറ്റി. കാരുണ്യ പ്രവർത്തികളുടെ ഭാഗമായിട്ട് ഓർഫനേജുകളൊക്കെ സന്ദർശിക്കാനൊക്കെ ഉള്ള ഒരു അനുഗ്രഹം എനിക്ക് ലഭിച്ചു. അതുപോലെ തന്നെ ഈ പ്രതിസന്ധിയിൽ നിൽക്കുമ്പോഴും ഞങ്ങളുടെ മക്കളെ ഓർത്തിട്ട് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. പപ്പയ്ക്ക് ഇങ്ങനെ വന്നപ്പോഴൊക്കെ മോൾക്കൊക്കെ ഭയങ്കര സങ്കടമായിരുന്നു. അപ്പോൾ അവരൊക്കെ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഞാൻ ഉടമ്പടി തൈലമൊക്കെ നെറ്റിയിൽ വരച്ചു കൊടുത്തിട്ടാണ് പോവുക. വിഷമിക്കരുത്, ഇനി നമുക്ക് പഠിച്ചിട്ട് രക്ഷപ്പെടാനേ പറ്റുള്ളൂ എന്ന് എപ്പോഴും അവരോട് പറയുമായിരുന്നു. കഴിഞ്ഞ വർഷമാണ് മോള് +2 എഴുതിയത്. 97% മാർക്കോട് കൂടി ഫുൾ A+ കൂടിയിട്ടാണ് +2 ബയോ മാത്സ് പാസ്സായത്. ഇത്രയും താമസിച്ചു പോയതിൽ എനിക്ക് ഒരുപാട് ക്ഷമാപണമുണ്ട്. പിന്നെ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാനായിട്ട് എനിക്ക് സാധിച്ചു. പലപ്പോഴും ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവിടെ അടുത്തുള്ള പള്ളിയിൽ പോവും, അല്ലെങ്കിൽ ഇടവക പള്ളിയിൽ പോവും. എവിടെയാണോ പോകാൻ പറ്റുന്നത് അവിടെയൊക്കെ പോവായിരുന്നു. അതുപോലെ കുമ്പസാരം, അങ്ങനെ എല്ലാ കാര്യങ്ങളും ആധ്യാത്മികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൂടുതൽ ശ്രദ്ധ ചെലുത്താനായിട്ട് മക്കൾക്കായാലും കുടുംബ പ്രാർത്ഥനയിൽ ഏറ്റവും കൂടുതൽ വിശ്വാസത്തിലേക്ക് വന്നത് ചേട്ടൻ തന്നെയായിരുന്നു. എല്ലാവർക്കും എന്തുകൊണ്ട് ദൈവം ഞങ്ങളുടെ കുടുംബത്തെ സ്പർശിക്കുന്നില്ല എന്ന് ചോദിച്ചവരുടെ മുമ്പിൽ ഈ ജോലി വാങ്ങി ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥയായിട്ട് ഇവിടെ നിൽക്കാൻ സാധിച്ചതിൽ പരിശുദ്ധ അമ്മയ്ക്കും ദൈവകുമാരനും 1000 നന്ദി.